എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു 2000 രൂപ നിങ്ങൾ ആദ്യം അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ ഓൺലൈനായിട്ട് അടച്ച ശേഷമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ടുള്ള അവസരം ബാക്കിയുള്ള ഓപ്ഷൻ നൽകാനുള്ള പേജ് വരിക. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ച ശേഷം നിങ്ങൾക്ക് അതായത് ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പൈസ ആ ഒരു ഫീസിൻ്റെ അതായത് അഡ്മിഷൻ ഫീസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു അതായത് നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു പൈസ ആ ഒരു പേ ആയിട്ട് ഈടാക്കി നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു പൈസയുടെ കാര്യം ഉള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് വിവിധ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കും അതുപോലെ ബിരുദ കോഴ്സല്ല അതായത് ഫാർമസി കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകളുണ്ട് അതുപോലെ തന്നെ എത്ര രൂപയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഓരോ കോഴ്സിനും ഫീസ് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലെ ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് അതായത് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓഗസ്റ്റ് 5-ാം തീയതി രാവിലെ 11 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 8 മുതൽ 12-ാം തീയതി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് കോളേജിൽ ആ ഒരു സമയത്ത് നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സ് തന്നെ വിവിധ കോളേജുകളിലാണുള്ളത്. സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, അതുപോലെ ഓട്ടോണോമസ് ഉണ്ട്, അത് ഓട്ടോണോമസ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പലതരത്തിലുള്ള കോളേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഫീസ് വരുന്നത് 8650 രൂപയാണ്. ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഓരോ കോളേജിലും ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് അതായത് അതിൽ വരുന്നത് ഏതൊക്കെ കോളേജാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ അവിടെ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, എത്ര രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഏതൊക്കെ ഗവൺമെൻറ് കോളേജ് ഏതൊക്കെ ഓട്ടോണോമസ് ഉള്ളത് അതുപോലെ ഏതൊക്കെയാണ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് അതുപോലെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നിങ്ങനെ വിവിധ ആ ഒരു കോളേജുകളുടെ ഡീറ്റെയിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്നിങ്ങനെ വിവിധ ഡീറ്റെയിൽസുകൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചു മാത്രമാണ് അതായത് ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവിധ കോളേജിലേക്കും നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ കോളേജുകളാണോ അതൊക്കെ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നീട് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളതും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വല്ല ഗവൺമെൻറ് ഓർഡേഴ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഓരോ ഗവൺമെൻറ് ഓർഡേഴ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പ്രവേശനത്തിനായിട്ടുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇന്ന് മുതൽ അതായത് ഓഗസ്റ്റ് 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അതായത് നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ഓപ്ഷൻ നൽകുമ്പോഴേക്കും കുറേ സീറ്റൊക്കെ
ഫില്ല് ചെയ്യപ്പെടും. പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ള, അതായത് കീമിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുക. അതായത് ഓരോ കോളേജും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ പോവുകയാണ്, അതായത് ഓപ്ഷനായിട്ട് ഇത്രാമത്തെ ഓപ്ഷനായിട്ട് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് താല്പര്യമുള്ള ആ ഒരു കോളേജുകളും കോഴ്സുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് താഴെയുള്ള ഓപ്ഷനുകളെ പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.